ഗുഡ് മോർണിംഗ് ആൾ. ഇന്ന് നമ്മൾ മൊഡ്യൂൾ നമ്പർ 2 പാർട്ട് നമ്പർ 4 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 3 സെഷനുകളായിട്ട് നമ്മൾ ജസ്റ്റ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ടേംസ് ഇവയൊക്കെ ജസ്റ്റ് കണ്ടിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് ഒരു ആസിഡ് അല്ലെങ്കിൽ ബേസിൻ്റെ pH വാല്യൂ എന്താണ്, pH വാല്യൂ കാൽക്കുലേഷൻ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിന് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ കാണാം, പിന്നെ pH, pOH, അതുപോലെ pHൻ്റെ ആപ്ലിക്കേഷൻസ്, ബഫർ സൊല്യൂഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് എന്താണ് അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെയുണ്ട് എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന്. അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്നാണ് അല്ലേ. നമ്മൾ ഡിസോസിയേഷൻ പഠിച്ചു. ഡിസോസിയേഷൻ പറഞ്ഞ സമയത്ത് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, HCl ഡിസോസിയേറ്റ് ചെയ്തു, H+ഉം Cl- ആയിട്ട് മാറുന്നു. ഓക്കെ, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതുപോലെ സൾഫ്യൂരിക് ആസിഡ് 2H+ഉം SO4 2- ആയിട്ട് മാറുന്നു. ഇങ്ങനെ ഓരോന്നിൻ്റെയും ഡിസോസിയേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഒരു പോസിറ്റീവ് ചാർജുള്ള അയോണും ഒരു നെഗറ്റീവ് ചാർജുള്ള അയോണുമായിട്ട് ഒരു കോമ്പൗണ്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. നമുക്കതുപോലെ വാട്ടറിൻ്റെ ഡിസോസിയേഷൻ ഒന്ന് കൺസിഡർ ചെയ്യാം. വാട്ടർ H2O ഇത് ഡിസോസിയേറ്റ് ചെയ്യുന്നത് H+ഉം OH- ആയിട്ടാണ്. 2 അയോൺസ്, പോസിറ്റീവ് ചാർജുള്ള H+ഉം നെഗറ്റീവ് ചാർജുള്ള OH- ആയിട്ടാണ് വാട്ടർ ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മളവിടെ ഡിസോസിയേഷൻ ഓഫ് വാട്ടർ എഴുതിയിട്ടുണ്ട്. H2O gives H++ OH-. ഇനി എന്താണ് അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരാം. അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണത്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൽ നമ്മൾ സാധാരണ രീതിയിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ റൈറ്റ് സൈഡിലുള്ള പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ആ ഒരു റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ സാധാരണ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് H2O നമ്മൾ തൽക്കാലം കൺസിഡർ ചെയ്യുന്നില്ല, നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നുമില്ല. നമ്മൾ ഇത്ര മാത്രം നോക്കാം, നമ്മളുടെ വാട്ടർ മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 2 അയോൺസ് H+ഉം OH-ഉം അവരുടെ 2 പേരുടെയും കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. വാട്ടർ ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് H+ഉം കിട്ടും, OH- കിട്ടും. ഈ H+ൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു OH- കോൺസെൻട്രേഷനെയാണ് നമ്മൾ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ സിംബലൈസ് ചെയ്യുന്ന ലെറ്ററാണ് KW. അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ലെറ്ററാണ് KW. KW is equal to കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH-. ഈ കോൺസെൻട്രേഷൻ എന്നാണ് നമ്മൾ ആ ഒരു ക്ലോസ്ഡ് സ്ക്വയർ ബ്രാക്കറ്റ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത് കോൺസെൻട്രേഷനെയാണ്. ഒരു ക്ലോസ്ഡ് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു അതിനകത്ത് H+ എന്ന് എഴുതിയാൽ നമ്മൾ വായിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് H+ എന്നാണ്. ഒരു ക്ലോസ്ഡ് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു അതിനുള്ളിൽ OH- ഇട്ടാൽ നമ്മൾ വായിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് OH- എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ അവിടെ കണ്ടു. KW അയണിക് പ്രോഡക്റ്റ് KW is equal to കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH-. H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ്റെയും OH- അയോണിൻ്റെ കോൺസെൻട്രേഷൻ്റെയും പ്രോഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് KW ഉപയോഗിച്ചാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ എഴുതി. അയണിക് പ്രോഡക്റ്റ് KW ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആൻഡ് OH- അയോൺസ് ഇൻ വാട്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കോൺസെൻട്രേഷൻ ഓഫ് H+ഉം OH- നമുക്കത് ഓരോ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ എന്നുള്ളത് ഓൾറെഡി ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്രയാണ് H+ൻ്റെയും OH- കോൺസെൻട്രേഷൻ എന്നുള്ളത് മുമ്പ് തന്നെ പല എക്സ്പെരിമെൻറ്റുകളും നടത്തി നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ആണ്. അപ്പോൾ ഒരു 25 ഡിഗ്രി സെൽഷ്യസിൽ നോർമലി വാട്ടറിൽ എത്ര H+ അയോണും എത്ര OH- അയോൺസും പ്രസൻ്റ് ആയിരിക്കും. വാട്ടർ ഡിസോസിയേറ്റ് ചെയ്ത് H+ഉം OH- അയോണായിട്ട് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 25 ഡിഗ്രി സെൽഷ്യസ് നമ്മളുടെ ഒരു റെഫറൻസ് ടെമ്പറേച്ചറാക്കി കീപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു 25 ഡിഗ്രി സെൽഷ്യസിൽ ഒരു വാട്ടറിനകത്ത് എത്ര H+ഉം എത്ര OH- 1 ലിറ്റർ വാട്ടറിനകത്ത് എത്ര H+ഉം എത്ര OH- ഉണ്ടാവും എന്നുള്ളത് ഓൾറെഡി കാൽക്കുലേറ്റഡ് ആണ്. രണ്ടും H+ഉം OH- 10⁻⁻7 മോൾ പെർ ലിറ്റർ വീതം ഉണ്ടായിരിക്കും. 1 ലിറ്റർ വാട്ടറിൽ 25 ഡിഗ്രി സെൽഷ്യസിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ഉം കോൺസെൻട്രേഷൻ ഓഫ് OH- എത്രയാണ്? 10⁻⁻7 മോൾ പെർ ലിറ്റർ ആണ്. ഓൾറെഡി എക്സ്പെരിമെൻ്റലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച വാല്യൂ ആണ്. അപ്പോൾ നമുക്കിനി KWൻ്റെ വാല്യൂ 25 ഡിഗ്രി സെൽഷ്യസിൽ KWൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം.
ഓക്കെ, 25 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എച്ച് പ്ലസ് 10⁻⁻7 ആണ്, ഒ എച്ച് മൈനസും 10⁻⁻7 ആണ്. സോ കെ ഡബ്ല്യു വാല്യൂ എത്രയായിരിക്കും? കെ ഡബ്ല്യു ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ്. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് 10⁻⁻7 ആണ്, കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസും 10⁻⁻7 ആണ്. സോ കെ ഡബ്ല്യു അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എത്രയാണ്? 10⁻⁻7 ഇൻറ്റു 10⁻⁻7 വിച്ച് ഇസ് 10⁻⁻14 മോൾ സ്ക്വയർ പെർ ലിറ്റർ സ്ക്വയർ. ഓക്കെ, കെ ഡബ്ല്യു വാല്യൂ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പോൾ കെ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിത്ത് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് ആണ്. സോ കെ ഡബ്ല്യു 10⁻⁻14 ആണ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്തും പറയാം, കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് ഇസ് ഈക്വൽ ടു 10⁻⁻14 അറ്റ് എത്ര ടെമ്പറേച്ചറിൽ? അറ്റ് 25 ഡിഗ്രി സെൽഷ്യസിൽ. ഓക്കെ, അപ്പോൾ അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടറിൻ്റെ ജസ്റ്റ് ഒരു എന്താണ് അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ, അതിൻ്റെ ഒരു ഇക്വേഷൻ എന്താണ്, 25 ഡിഗ്രി സെൽഷ്യസിൽ അയണിക് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എത്രയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നോക്കിയത്. 4 മാർക്കിൻ്റെ ചോദ്യത്തിന് ചോദിക്കാറുണ്ട്, 2 മാർക്കിന് ഡെഫിനിഷൻ മാത്രമായിട്ടും ചോദിക്കാറുണ്ട്, അത് നോട്ട് ചെയ്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, എന്താണ് പി എച്ച് സ്കെയില്, എന്താണ് പി ഒ എച്ച് സ്കെയില്? ഇപ്പോൾ നമ്മൾ ഒരു സൊല്യൂഷൻ ആസിഡാണ്, ബേസ് ആണ് എന്നൊക്കെ പറയും. അപ്പോൾ എത്രത്തോളം അസിഡിക് ആണ്, എത്രത്തോളം ബേസിക് ആണ് എന്ന് നമുക്ക് അറിയാനുള്ള ഒരു ഏകകം, ഒരു യൂണിറ്റാണ് നമുക്ക് പി എച്ച് വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം പി എച്ച് എന്താണെന്നുള്ള ഡെഫിനിഷൻ ആദ്യം നമുക്ക് നോക്കാം. പി എച്ച് ഇസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് എച്ച് പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ. എങ്ങനെയാണ് നമുക്കൊരു സൊല്യൂഷൻ്റെ പി എച്ച് വാല്യൂ കിട്ടുക? ആ സൊല്യൂഷനിൽ എത്ര എച്ച് പ്ലസ് ഉണ്ടെന്ന് നോക്കുക, കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എത്ര ഉണ്ടെന്ന് നോക്കുക, അതിൻ്റെ നെഗറ്റീവ് ലോഗരിതം വാല്യൂ എടുക്കുക, അതാണ് ആ സൊല്യൂഷൻ്റെ പി എച്ച് വാല്യൂ. ഓക്കെ, പി എച്ച് ഇസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് എച്ച് പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ, or we can say pH is equal to minus log concentration of H plus. ഇനി പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് സാധാരണ 1 മുതൽ 14 വരെയാണ് വാല്യൂസ് ഉണ്ടാവാറുള്ളത്. അതിൽ പി എച്ച് വാല്യൂ 7 ആണ് എന്ന് പറഞ്ഞാൽ അർത്ഥം ആ സൊല്യൂഷൻ ന്യൂട്രൽ ആണ്. സാധാരണ രീതിയിൽ ന്യൂട്രൽ സൊല്യൂഷൻ്റെ പി എച്ച് വാല്യൂ 7 ആണ്. 7ൽ താഴെ 1 മുതൽ ഈ 7 വരെയുള്ള റേഞ്ച് ആസിഡ് സൊല്യൂഷൻ്റെ പി എച്ച് വാല്യൂ ആണ്. അതുപോലെ 7ന് ശേഷം 14 വരെയുള്ള വാല്യൂസ് ബേസിക് സൊല്യൂഷൻ്റെ പി എച്ച് വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു പി എച്ച് വാല്യൂ 1 മുതൽ 14 വരെയാണ് ഉണ്ടാവുക. 7 പി എച്ച് വാല്യൂ എങ്കിൽ സൊല്യൂഷൻ ന്യൂട്രൽ ആണ്. 7ൽ താഴെയാണെങ്കിൽ അസിഡിക് ആണ്. 7ൻ്റെ മുകളിൽ 14 വരെയാണെങ്കിൽ സൊല്യൂഷൻ ബേസിക്കും ആണ്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് പി എച്ച് വാല്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് എച്ച് പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ. പി എച്ച് വാല്യൂ 1 മുതൽ 14 വരെ, പി എച്ച് 7 ന്യൂട്രൽ, 7ൽ താഴെ അസിഡിക്, 7ൻ്റെ മുകളിൽ ബേസിക്. അതേപോലെ അതിൻ്റെ നെക്സ്റ്റ് റിവേഴ്സ് ആണ് ഒ എച്ച് മൈനസ്, പി ഒ എച്ച് വാല്യൂ. പി ഒ എച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് ഒ എച്ച് മൈനസ് അയോൺ കോൺസെൻട്രേഷൻ. ഒ എച്ച് മൈനസ് അയോൺ കോൺസെൻട്രേഷൻ കാണുക, അതിൻ്റെ നെഗറ്റീവ് ലോഗരിതം എടുത്താൽ വിൽ ബി ഗെറ്റിംഗ് പി ഒ എച്ച് വാല്യൂ. പി ഒ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ്. ഇനി പി എച്ചും പി ഒ എച്ചും തമ്മിലുള്ള റിലേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പി എച്ച് വാല്യൂവും ഒരു സൊല്യൂഷൻ്റെ പി എച്ച് വാല്യൂവും പി ഒ എച്ച് വാല്യൂവും തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 14 ആണ് ആൻസർ കിട്ടുക. ഒരു സൊല്യൂഷൻ്റെ പി എച്ച് വാല്യൂവും പി ഒ എച്ച് വാല്യൂവും കൂടെ ആഡ് ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് 14. പി എച്ച് പ്ലസ് പി ഒ എച്ച് ഇസ് ഈക്വൽ ടു പി കെ ഡബ്ല്യു എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിന്നാണ് 14ലേക്ക് എത്തുന്നത്. നമ്മളതൊന്നും നോക്കുന്നില്ല, ജസ്റ്റ് ഈ ഒരു റിലേഷൻ മാത്രം ഓർത്ത് വയ്ക്കുക. പി എച്ച് പ്ലസ് പി ഒ എച്ച് ഇസ് ഈക്വൽ ടു 14. അപ്പോൾ ഒരു ന്യൂട്രൽ സൊല്യൂഷൻ്റെ പി എച്ച് വാല്യൂ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു, 7 ആണ്. പി ഒ എച്ച് വാല്യൂവും എത്ര തന്നെയായിരിക്കും? 7 തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഒരു അസിഡിക് സൊല്യൂഷൻ 5 ആണ് പി എച്ച് എന്ന് വിചാരിക്കുക. പി എച്ച് 7ൽ താഴെയാണെങ്കിൽ അസിഡിക് ആണ് അല്ലേ. 5 ആണ് പി എച്ച് വാല്യൂ എങ്കിൽ പി ഒ എച്ച് വാല്യൂ എത്രയായിരിക്കും? പി ഒ എച്ച് വാല്യൂ വിൽ ബി 9 അല്ലേ. പി എച്ചും പി ഒ എച്ചും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 14 കിട്ടണം. സോ പി എച്ച് 5 ആണെങ്കിൽ പി ഒ എച്ച് വാല്യൂ വിൽ ബി 9. ഓക്കെ, അപ്പോൾ റിലേഷൻ ഓർത്ത് വയ്ക്കുക. 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. ഡിഫൈൻ പി എച്ച്, ഡിഫൈൻ പി ഒ എച്ച് ആൻഡ് ഗിവ് ദ റിലേഷൻ ബിറ്റ്വീൻ ദം എന്ന് പറഞ്ഞ് 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. ആ ഡെഫിനിഷനും എഴുതുക, ഇക്വേഷനും എഴുതുക, ഈ റിലേഷനും എഴുതി വയ്ക്കാം. ഓക്കെ,
നെക്സ്റ്റ് അപ്ലിക്കേഷൻസ് ഓഫ് പി എച്ച് ആണ്. 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്നതാണ്. സൈഡിൽ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ അപ്ലിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു അപ്ലിക്കേഷൻ ജസ്റ്റ് ലിസ്റ്റ് ചെയ്യാനെങ്കിലും ഓർത്ത് വെക്കാം മിനിമം. നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് പോവാം എന്തൊക്കെയാണ് പി എച്ചിൻ്റെ അപ്ലിക്കേഷൻസ്. നമ്പർ 1, ടു ഫൈൻഡ് ഔട്ട് ദ നേച്ചർ ഓഫ് ദ മീഡിയം. ഏറ്റവും ആദ്യം നമുക്ക് പി എച്ച് വാല്യൂ ഉപയോഗിക്കുന്നത് സൊല്യൂഷൻ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് കണ്ടുപിടിക്കാനാണ്. പി എച്ച് വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ പറയും സൊല്യൂഷൻ അസിഡിക് ആണ്. പി എച്ച് വാല്യൂ 13 ആണെങ്കിൽ നമ്മൾ പറയും സൊല്യൂഷൻ ബേസിക് ആണ്. പി എച്ച് വാല്യൂ 1 ആണെങ്കിൽ അസിഡിക് ആണ്. പി എച്ച് വാല്യൂ 13 ആണെങ്കിൽ ബേസിക് ആണ്. പി എച്ച് വാല്യൂ 7 ആണെങ്കിൽ ന്യൂട്രൽ ആണ്. അപ്പോൾ നമുക്ക് പി എച്ച് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ്റെ നേച്ചർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അസിഡിക് ആണോ ബേസിക് ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. അത് ആദ്യത്തെ അപ്ലിക്കേഷൻ. രണ്ടാമത്തെ അപ്ലിക്കേഷൻ ഇൻ കെമിക്കൽ ഇൻഡസ്ട്രി. കെമിക്കൽ ഇൻഡസ്ട്രി എന്നൊക്കെ ഒരുപാട് ഫാക്ടറീസിനൊക്കെ പുറത്തേക്ക് വരുന്ന എഫ്ലുവൻസ് ഫ്രം കെമിക്കൽ ഫാക്ടറീസ് ഷുഡ് ബി ന്യൂട്രലൈസ്ഡ് ബിഫോർ ദേ ഡിസ്ചാർജ് ടു റിവർ. നോർമലി നമ്മൾ എല്ലാത്തിലെയും ഒരുവിധം എല്ലാം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വേസ്റ്റൊക്കെ ആണെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള വാട്ടർ ബോഡിയിലേക്ക് ഒഴിവാക്കുകയാണ് ചെയ്യുക. വാട്ടർ ബോഡിയിലേക്ക് വേസ്റ്റ് ഒഴിവാക്കുന്ന സമയത്ത് അത് അതേപോലെ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ആ വാട്ടർ ബോഡിയിലുള്ള ലിവിങ് ഓർഗാനിസത്തിൻ്റെ ജീവിതത്തിന് അത് ബാധിക്കും. സോ എന്തൊക്കെ എഫ്ലുവൻസ് നമ്മളൊരു ഫാക്ടറീസിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടോ, പെർട്ടിക്കുലർലി അതൊരു കെമിക്കൽ ഫാക്ടറി കൂടെ ആണെങ്കിൽ അത് അസിഡിക് അല്ലെങ്കിൽ ബേസിക് ആണെങ്കിൽ നിർബന്ധമായിട്ട് ന്യൂട്രലൈസ് ചെയ്യണം. അതിൽ പോയ്സണസ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം. അതിനുശേഷം പ്യൂരിഫിക്കേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ എഫ്ലുവൻസ് പുറത്തേക്ക് വരാൻ പാടുള്ളൂ. വാട്ടർ ബോഡി വെള്ളത്തിലേക്ക് റിവറിലേക്കൊക്കെ ആണെങ്കിൽ ഒഴുക്കി വിടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് മുമ്പ് എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ആവണം. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് വരുന്ന എഫ്ലുവൻസിൽ അസിഡിക്കോ ബേസിക്കോ ആയിട്ടുള്ള ഏതെങ്കിലും കണ്ടൻറ്റ് ഉണ്ടോ എന്നറിയാൻ നമ്മൾ പി എച്ച് വാല്യൂ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ പി എച്ച് വാല്യൂവിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അത്ര തന്നെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗം അതാണ്. എഫ്ലുവൻസിൻ്റെ പി എച്ച് വാല്യൂ നോക്കുക, ആസിഡിക്കോ ബേസിക്കോ ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ അത് ന്യൂട്രലൈസ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് വരാം. ഓക്കെ. മൂന്നാമത്തെ അപ്ലിക്കേഷൻ അഗ്രികൾച്ചറൽ ഫീൽഡിലാണ്. അഗ്രികൾച്ചറൽ ഫീൽഡിൽ പി എച്ച് വാല്യൂ ഇമ്പോർട്ടൻ്റ് ആവുന്നത് സോയിലിൻ്റെ പി എച്ച് അറിയാനാണ്. ഇപ്പോൾ ഏത് തരം ക്രോപ്പാണ് ആ സോയിലിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്, അതിന് നമ്മൾക്ക് സോയിലിൻ്റെ പി എച്ച് വാല്യൂ അറിയേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. ഇപ്പോൾ ഹൈഡ്രജൻ അയോൺ ഒരുപാട് ഉണ്ട്, അങ്ങനെ കൂടുതൽ അസിഡിക് ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ലൈമാണ് ആഡ് ചെയ്യുക. അതുപോലെ ഒരുപാട് ബേസിക് ആണെങ്കിൽ നമ്മൾ ജിപ്സമാണ് ആഡ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് അത്രയും ഓർത്ത് വയ്ക്കുക. അഗ്രികൾച്ചറൽ ഫീൽഡിൽ പി എച്ച് വാല്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സോയിലിൻ്റെ പി എച്ച് അറിഞ്ഞിരിക്കാനാണ്. സോയിലിൻ്റെ പി എച്ച് അറിഞ്ഞ് ക്രോപ്പിന് ആവശ്യമായ രീതിയിൽ സോയിലിനെ മാറ്റിയെടുക്കാൻ നമ്മൾ പി എച്ച് വാല്യൂ അവിടെ യൂസ് ചെയ്യാറുണ്ട്. നാലാമത്തത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലാണ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മളുടെ കോട്ടൻ്റെ ബ്ലീച്ചിങ് പ്രോസസ്സിലാണ്. കോട്ടൻ്റെ ബ്ലീച്ചിങ് പ്രോസസ്സിൽ ആസിഡിറ്റി കൂടുകയാണെങ്കിൽ സ്വാഭാവികമായും അത് കോട്ടൺ ത്രെഡിനെ ബാധിക്കും, അതിൻ്റെ ലൈഫിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയ്ക്കും അസിഡിക് അല്ല എന്ന് എൻഷുർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് ഉറപ്പുവരുത്താൻ പി എച്ച് വാല്യൂ നോക്കാറുണ്ട്. അടുത്തത് ക്യാൻ ഡിറ്റർമിൻ ദ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് അയോൺ. പി എച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് മൈനസ് ലോഗരിതം ഓഫ് എച്ച് പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ. സോ പി എച്ച് വാല്യൂ അറിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും എന്തും കണ്ടുപിടിക്കാം, എച്ച് പ്ലസ് അയോണിൻ്റെ കോൺസെൻട്രേഷനും കണ്ടുപിടിക്കാം. ആറാമത്തത് സെലക്ഷൻ ഓഫ് പി എച്ച് ക്യാൻ റെഡ്യൂസ് കൊറോഷൻ. കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എപ്പോഴും കൃത്യമായിട്ട് അറിയാവുന്ന കൊറോഷൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് റസ്റ്റിംഗ് ആണ്, ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് അല്ലേ. അപ്പോൾ ഏതൊരു മെറ്റലിനും സംഭവിക്കുന്ന നാശത്തിനെ നമ്മൾ പറയുന്ന പേരാണ് കൊറോഷൻ. അപ്പോൾ നോർമലി മെറ്റൽസ് ഒക്കെ പ്രിസർവ് ചെയ്യുന്ന സ്ഥലത്ത് അസിഡിക്കോ അല്ലെങ്കിൽ ബേസിക്കോ ആയിട്ടുള്ള ഏതെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് കോണ്ടാക്റ്റ് വരാനൊക്കെ സാധ്യതയുണ്ടെങ്കിൽ മെറ്റൽ പെട്ടെന്ന് കൊറോഷൻ സംഭവിക്കും. അപ്പോൾ അങ്ങനെ മെറ്റലിൻ്റെ ആ ഒരു സറൗണ്ടിങ്സിൽ അസിഡിക്കോ ബേസിക്കോ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് പി എച്ച് വാല്യൂ നോക്കിയിട്ടാണ്. ഓക്കെ. അത് പി എച്ച് വാല്യൂ നോക്കി അസിഡിക് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് അടുത്തില്ല, മെറ്റലുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്ത് കൊറോഷൻ സംഭവിക്കില്ല എന്ന് ഉറപ്പ് വരുത്താൻ പി എച്ച് വാല്യൂ ഉപയോഗിക്കാറുണ്ട്. ഏഴാമത്തെ അപ്ലിക്കേഷൻ പി എച്ച് ഓഫ് ബ്ലഡ് ആണ്. നോർമലി 7.36 to 7.42 ആണ് ബ്ലഡിൻ്റെ പി എച്ച്. അതിനകത്തുനിന്ന് ചെറിയൊരു വേരിയേഷൻ വന്നാൽ പോലും അത് പല രീതിയിൽ മനുഷ്യനെ ബാധിക്കാറുണ്ട്, ഈവൻ ഡെത്ത് വരെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ബ്ലഡിൻ്റെ പി എച്ച് ഏതെങ്കിലും ഒരു മെഡിസിനോ എന്തെങ്കിലും എടുക്കുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും ടോക്സിക്കേഷൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് തന്നെ ബ്ലഡിൻ്റെ പി എച്ച് നോർമലി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ നമുക്ക് ആ പി എച്ച് വാല്യൂ അറിഞ്ഞിരിക്കാൻ, ബ്ലഡിൻ്റെ പി എച്ച് ഇതിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് ഉറപ്പ് വരുത്താൻ അവിടെ ആ ഫീൽഡിലും പി എച്ച് വാല്യൂ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് പി എച്ച് ഓഫ് ഹ്യൂമൻ ഗ്യാസ്ട്രിക് ജ്യൂസ്. നോർമലി അസിഡിക് ആണ്, 1 മുതൽ 3 വരെയാണ് ഹ്യൂമൻ ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ പി എച്ച് വരുന്നത്. അപ്പോൾ അതിൽ ഒരുപാട്
എച്ച് വാല്യൂ അതിലും കൂടുകയാണെങ്കിൽ നോർമലി അത് വൊമിറ്റിങ്ങിന് കാരണമാവാറുണ്ട്. ഏതെങ്കിലും എൻസൈം, ഡൈജസ്റ്റീവ് എൻസൈമിൻ്റെ എച്ച് വാല്യൂ ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുവാണെങ്കിൽ ആ എൻസൈമിൻ്റെ ആക്ടിവിറ്റീനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അങ്ങനെ അത് ഡൈജഷനെയും സ്വാഭാവികമായിട്ട് ബാധിക്കും. അങ്ങനെയാണ് വോമിറ്റിംഗ് ഒക്കെ സാധാരണ രീതിയിൽ സംഭവിക്കുന്നത്. അടുത്തത് പ്രൊഡക്ഷൻ ഓഫ് പോർട്ടബിൾ വാട്ടറാണ്. പോർട്ടബിൾ വാട്ടർ നമുക്ക് ഈ ഒരു സെമ്മിൽ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് കുടിക്കാൻ പറ്റുന്ന, നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളത്തിനെ നമ്മൾ പറയുന്ന പേരാണ് പോർട്ടബിൾ വാട്ടർ. അപ്പോൾ പോർട്ടബിൾ വാട്ടറിൻ്റെ പ്രൊഡക്ഷനിൽ നമുക്കറിയാം ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത് എന്തായാലും ന്യൂട്രൽ ആയിരിക്കണം. എച്ച് വാല്യൂ 7 ആയിരിക്കണം എന്നതാണ് തിയററ്റിക്കലി. അപ്പോൾ ഒരു എച്ച് വാല്യൂ 7 തന്നെയാണ്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ന്യൂട്രലാണ് നമ്മുടെ പോർട്ടബിൾ വാട്ടർ എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ എച്ച് വാല്യൂ യൂസ് ചെയ്യാറുണ്ട്. 10ാമത്തെ ആപ്ലിക്കേഷൻ ഷുഗർ ഇൻഡസ്ട്രിയിലാണ്. ഷുഗർ ഇൻഡസ്ട്രിയിൽ ഷുഗർ കെയിൻ ജ്യൂസിൻ്റെ എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സിലൊക്കെ എച്ച് ന്യൂട്രലാണ് എന്ന് ഉറപ്പുവരുത്താൻ എച്ച് വാല്യൂ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 10 എക്സാമ്പിൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 6 എണ്ണെങ്കിലും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഒരു 6 ആപ്ലിക്കേഷൻ പഠിച്ചു വയ്ക്കുക. ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിലും ആ ഒരു ഹെഡ് മാത്രം എഴുതാൻ പറ്റുന്ന രീതിയിലെങ്കിലും ഓർത്ത് വയ്ക്കാം. ഓക്കെ, 6 മാർക്ക് 4 മാർക്കിൻ്റെ ചോദ്യമൊക്കെ ആയിട്ട് സാധാരണ രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു 6 ആപ്ലിക്കേഷനെങ്കിലും മിനിമം ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് ബഫർ സൊല്യൂഷനാണ്. എന്താണ് ബഫർ സൊല്യൂഷൻ നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വാട്ടർ ഉണ്ട്. ആ വാട്ടറിനകത്തേക്ക് ഞാൻ കുറച്ച് ആസിഡ് ആഡ് ചെയ്യാണ്. ഇപ്പോൾ വാട്ടറിൻ്റെ എച്ച് എത്രയാണ്? വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂട്രലാണ്. ന്യൂട്രൽ സൊല്യൂഷൻ്റെ എച്ച് എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്യുവർ വാട്ടർ ആണെങ്കിൽ, അതിനകത്തൊരു ഇമ്പ്യൂരിറ്റി ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ എച്ച് എന്ന് പറയുന്നത് 7 ആണ്. ഞാൻ അതിനകത്തേക്ക് കുറച്ച് ആസിഡ് ആഡ് ചെയ്യാണ്. ആ വാട്ടറിനകത്തേക്ക് കുറച്ച് ആസിഡ് ആഡ് ചെയ്യാണ്. സ്വാഭാവികമായിട്ടും ഞാൻ ആഡ് ചെയ്യുന്നത് ആസിഡ് ആയതുകൊണ്ട് ഇപ്പോൾ വാട്ടർ ന്യൂട്രൽ അല്ല, അതിനകത്തേക്ക് കുറച്ച് ആസിഡ് വന്നിട്ടുണ്ട്. സോ ആ വാട്ടർ, പ്യുവർ വാട്ടർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി അത് കുറച്ച് അസിഡിക് ആയിട്ട് മാറുന്നുണ്ട്. അസിഡിക് ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ എച്ചിന് എന്താ സംഭവിക്കുന്നത്? എച്ച് 7ൽ നിന്ന് ഇറങ്ങി തുടങ്ങുന്നുണ്ട് അല്ലേ? അസിഡിക് ആവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എച്ച് വാല്യൂ എത്രയാവണം? 7 താഴോട്ട് ഇറങ്ങണം. അപ്പോൾ എച്ച് 7 ഇറങ്ങാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഇറങ്ങിയത്? ഞാൻ കുറച്ച് ആസിഡ് ആഡ് ചെയ്തതുകൊണ്ട്. ഇനി നേരെ തിരിച്ച് എൻ്റെ കയ്യിലുള്ള വാട്ടറിലേക്ക് ഞാൻ കുറച്ച് ബേസാണ് ആഡ് ചെയ്യുന്നതെന്ന് കരുതുക. സ്വാഭാവികമായിട്ടും വാട്ടറിൻ്റെ ക്യാരക്ടർ മാറി എന്ത് ക്യാരക്ടറിലേക്ക് മാറിക്കൊണ്ടുവരും? ബേസിൻ്റെ ക്യാരക്ടറിലേക്ക് മാറിക്കൊണ്ടുവരും. സോ എച്ച് വാല്യൂ എത്രയായിരിക്കും? എച്ച് വാല്യൂ 7 എന്നുള്ളത് 7ൻ്റെ മുകളിലേക്ക് ജസ്റ്റ് കയറാൻ തുടങ്ങും. ഓക്കെ, എച്ച് വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് എച്ച് വാല്യൂ ഇൻക്രീസ് ചെയ്തത്? ഞാൻ കുറച്ച് ബേസ് ആഡ് ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ ഏതൊരു സൊല്യൂഷൻ്റെയും അവസ്ഥ ഇതാണ്. കുറച്ച് ആസിഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും എച്ച് വാല്യൂ കുറച്ച് കുറയും. കുറച്ച് ബേസാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ എച്ച് വാല്യൂ കൂടും. ഒരു ആസിഡ് അല്ലെങ്കിൽ ഒരു ബേസ് ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും എച്ച് വാല്യൂവിൽ ചേഞ്ച് വരും. അങ്ങനെ ചേഞ്ച് വരാത്ത, കുറച്ച് ആസിഡ് അല്ലെങ്കിൽ കുറച്ച് ബേസ് ആഡ് ചെയ്യുന്നത് കൊണ്ട് എച്ച് വാല്യൂവിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരാത്ത സൊല്യൂഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ബഫർ സൊല്യൂഷൻസ്. ബഫർ സൊല്യൂഷന് ഒരു എക്സാമ്പിളാണ് ബ്ലഡ് ബഫർ ആക്ഷൻ നല്ല കൂടിയ സൊല്യൂഷൻ, ഒരു മിക്സ്ചറാണ്. ബഫർ സൊല്യൂഷനിൽ എച്ച് വാല്യൂവിൽ ചേഞ്ച് വരാത്ത, നമ്മൾ ആസിഡ് അല്ലെങ്കിൽ ബേസ് ആഡ് ചെയ്യുന്നത് കൊണ്ട് എച്ച് വാല്യൂവിൽ കാര്യമായ ചേഞ്ച് വരാത്ത സൊല്യൂഷനാണ് ബഫർ സൊല്യൂഷൻ. 2 ടൈപ്പ് ബഫർ സൊല്യൂഷൻ ആണുള്ളത്. ഒന്ന് അസിഡിക് ബഫറാണ്, ഒന്ന് ബേസിക് ബഫറാണ്. അസിഡിക് ബഫർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് പെട്ടെന്ന് നോക്കുക. അസിഡിക് ബഫർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ് സോൾട്ട് വിത്ത് എ സ്ട്രോങ് ബേസ്. എന്തിൻ്റെ കോമ്പിനേഷനാണ്? ഒരു വീക്ക് ആസിഡും ഒരു സോൾട്ടും. ആ സോൾട്ട് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ആ സോൾട്ട് ഉണ്ടായിരിക്കുന്നത് വീക്ക് ആസിഡും ഒരു സ്ട്രോങ് ബേസും കൂടെ കൂടിയിട്ടാണ് ആ സോൾട്ട് ഉണ്ടായിരിക്കുന്നത്. ആ സോൾട്ടിൻ്റെയും ആ വീക്ക് ആസിഡിൻ്റെയും കോമ്പിനേഷനെ നമ്മൾ പറയുന്ന പേരാണ് അസിഡിക് ബഫർ. അസിഡിക് ബഫർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എ വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ് സോൾട്ട് വിത്ത് എ സ്ട്രോങ് ബേസ്. ആ വീക്ക് ആസിഡും ഒരു സ്ട്രോങ് ബേസുമായിട്ട് കമ്പൈൻ ചെയ്ത് ഒരു സോൾട്ട് ഉണ്ടാവുക. ആ സോൾട്ടിൻ്റെയും ഈ വീക്ക് ആസിഡിൻ്റെയും മിക്സ്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് അസിഡിക് ബഫർ. നോർമലി അസിഡിക് ബഫറിൻ്റെ എച്ച് 7ലും താഴെയാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ വീക്ക് ആസിഡായിട്ട് ഒരു മിക്സ്ചർ നിങ്ങൾക്ക് അവിടെ എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. അസറ്റിക് ആസിഡിൻ്റെയും സോഡിയം അസറ്റേറ്റിൻ്റെയും മിക്സ്ചറാണ്. അസറ്റിക് ആസിഡ് വീക്ക് ആസിഡാണ്. അസറ്റിക് ആസിഡിൻ്റെ കൂടെ ഒരു സ്ട്രോങ് ബേസ് ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് സോഡിയം അസറ്റേറ്റ് CH3COONA എന്ന് പറയുന്ന സോൾട്ട് കിട്ടുന്നത്. അപ്പോൾ ആ സോൾട്ടിൻ്റെയും വീക്ക് ആസിഡായ അസറ്റിക് ആസിഡിൻ്റെയും മിക്സ്ചർ ഒരു അസറ്റിക് ബഫറിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ബേസിക് ബഫറാണ്. ബേസിക് ബഫർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എ വീക്ക് ബേസ് ആൻഡ് ഇറ്റ് സോൾട്ട് വിത്ത് എ സ്ട്രോങ് ആസിഡ്. എന്തിൻ്റെയൊക്കെ മിക്സ്ചറാണ്? ഒരു വീക്ക് ബേസും ഒരു സോൾട്ടിൻ്റെയും മിക്സ്ചറാണ്. ആ സോൾട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് സ്ട്രോങ് ആസിഡും ആ വീക്ക് ബേസും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ്. ഓക്കെ,
അപ്പോൾ അതിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് നോർമലി ഗ്രേറ്റർ ദാൻ 7, 7ലും കൂടുതലാണ് ആ ഒരു ബഫർ സൊല്യൂഷൻ്റെ പി എച്ച് വരുന്നത്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. വീക്ക് ബേസ് ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത് NH4OH ആണ്. സോൾട്ടായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് NH4Cl ആണ്. അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സോൾട്ട് ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും അമോണിയം ഹൈഡ്രോക്സൈഡും HCl പോലുള്ള ഒരു സ്ട്രോങ് ആസിഡും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങളടുത്ത് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ മിക്സ്ചറിന് മാത്രം എക്സാമ്പിളായിട്ട് എഴുതിയാൽ മതി. അസിഡിക് ബഫർ എന്താണെന്ന് എഴുതാം. അസിഡിക് ബഫറിന് ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ ബേസിക് ബഫർ എന്താണെന്ന് എഴുതാം. ബേസിക് ബഫറിന് ഒരു എക്സാമ്പിളും ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ബഫർ കപ്പാസിറ്റിയാണ്. എന്താണ് ബഫർ കപ്പാസിറ്റി? ആ പേര് പോലെ തന്നെ ഒരു കപ്പാസിറ്റി, ബഫറിൻ്റെ കപ്പാസിറ്റി. ബഫർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അതിനകത്തേക്ക് ആസിഡോ ബേസോ ആഡ് ചെയ്താലും പി എച്ചിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവാത്ത സൊല്യൂഷനെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ഒരു ബഫർ കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? എത്രത്തോളം ബേസ് അല്ലെങ്കിൽ എത്രത്തോളം ആസിഡ് ആഡ് ചെയ്യുന്നത് വരെ ഈ ഒരു പി എച്ച് വാല്യൂ ചേഞ്ച് വരുത്താതെ ഈ ബഫറിന് കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ആ എമൗണ്ടിനെയാണ് നമ്മൾ ബഫർ കപ്പാസിറ്റി എന്ന് പറയാം. ഓക്കെ, ഒരു പി എച്ച് വാല്യൂവിൽ ചേഞ്ച് വരാതെ എത്രത്തോളം നേരം ഒരു ബഫറിന് പിടിച്ചു നിൽക്കാൻ പറ്റും, അതിനെയാണ് നമ്മൾ ബഫർ കപ്പാസിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബഫർ കപ്പാസിറ്റി ഡിനോട്ട് ചെയ്യാനുള്ള സിമ്പലാണ് 5. ഓക്കെ, അപ്പോൾ എന്താണ് ബഫർ കപ്പാസിറ്റി എന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആസിഡ് ഓർ ബേസ് ആഡഡ് ടു 1 liter ഓഫ് എ ബഫർ സൊല്യൂഷൻ ടു ചേഞ്ച് ദ പി എച്ച് വാല്യൂ ബൈ യൂണിറ്റി. എത്ര മോള് ആസിഡ് അല്ലെങ്കിൽ എത്ര മോള് ബേസ് ആഡ് ചെയ്യുമ്പോഴാണ് ഈ ബഫർ സൊല്യൂഷൻ്റെ പി എച്ച് വാല്യൂ ഒരു യൂണിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നത്, അത്രയും നമ്പർ ഓഫ് മോൾസ് ഓഫ് ആസിഡ് അല്ലെങ്കിൽ ബേസിനെയാണ് നമ്മൾ ആ ഒരു സൊല്യൂഷൻ്റെ ബഫർ കപ്പാസിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിലൊരു ബഫർ സൊല്യൂഷൻ ഉണ്ട്. അതിനകത്തേക്ക് ഞാൻ 1 മോൾ ആസിഡ് ആഡ് ചെയ്തു, പി എച്ചിൽ വ്യത്യാസമൊന്നുമില്ല. 2 മോൾ ആസിഡ് ആഡ് ചെയ്തു, പി എച്ചിൽ വ്യത്യാസമൊന്നുമില്ല. 3 മോൾ ആസിഡ് ആഡ് ചെയ്തപ്പോഴാണ് 1 യൂണിറ്റ് പി എച്ച് വാല്യൂവിൽ ചേഞ്ച് വരുന്നതെന്ന് വിചാരിക്കാം. സോ അത്രയും 3 ആണ് ആ ഒരു ബഫർ സൊല്യൂഷൻ്റെ ബഫർ കപ്പാസിറ്റി. ഓക്കെ, എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് ആസിഡ് അല്ലെങ്കിൽ ബേസ് ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു ബഫർ സൊല്യൂഷൻ്റെ പി എച്ച് 1 യൂണിറ്റ് വ്യത്യാസം വരുന്നത്, അത്രയുമാണ് ആ ഒരു സൊല്യൂഷൻ്റെ ബഫർ കപ്പാസിറ്റി. ബഫർ കപ്പാസിറ്റി കാണാനുള്ള ഇക്വേഷൻ, ബഫർ കപ്പാസിറ്റി 5 is equal to number of moles of acid or base added to 1 liter of the buffer solution divided by change in pH. ഓക്കെ, ഈ പി എച്ചുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.